ഓ ചിരിച്ച്. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്ക് വേറെ ഒന്നല്ല, തുമ്പിക്ക് പാടില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേണം കടയിലേക്ക് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ തുമ്പി എപ്പോൾ ഇടയും എപ്പോൾ ശരിയാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ചാഞ്ചാടി നിൽക്കാണ്. ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു. സുചേട്ടൻ മര്യാദക്ക് പറഞ്ഞാണ് പ്രായം മതി, ചാള വളരെ ചെറുതാണ്, നന്നാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഞാൻ നന്നാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിന് മേടിച്ചാണ്. പക്ഷെ എന്താ ഇത്ര ഉള്ളു ചാള. അപ്പം അത് നന്നാക്കി എടുക്കണം. 1/2 കിലോ മേടിച്ചോളൂ, 40 രൂപ. പക്ഷെ എന്നാലും കുറേ ഉണ്ട്, ഒരു ഇത്തിരി ഉള്ളത് കാരണം. അപ്പം അത് നന്നാക്കി എടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഐസിൽ ഇട്ടതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതിനുശേഷം അപ്പോഴേക്കും നാളികേരമൊക്കെ അരച്ച് വെക്കാം. അതുപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി അല്ല, ഇഞ്ചി പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. പിന്നെ കിഴങ്ങുണ്ട്, എന്തൊക്കെയാവും എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് കാണാനാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തുമ്പി ഇവിടെ പാട്ടിലൊക്കെയാണ്, എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞാൻ വേഗം ഓരോ പണികൾ ചെയ്ത് തീർക്കാണ് കേട്ടോ. ആദ്യം ഞാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കറിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം പിടപിടപെടാന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ രണ്ട് ഗ്യാസും ഒരുമിച്ച് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ സമയമൊക്കെ ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ വാല് പോലെ തുമ്പിമോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് തേങ്ങ ചിരകുമ്പോഴൊക്കെ തുമ്പിമോൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനും പറഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഞാനും തുമ്പിയും കൂടി ഇങ്ങനെ ഭയങ്കര കമ്പനിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തേങ്ങയൊക്കെ ചിരകി കുറച്ച് അവൾക്കും കൊടുക്കും കേട്ടോ. തേങ്ങയൊക്കെ ചിരകി കുറേ കിന്നാരമൊക്കെ പറഞ്ഞപ്പോഴേക്കും സമയമൊക്കെ ഒരുമാതിരി 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചടപടാന്ന് ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം 10:30ക്കാണ് അവിടെ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 21ാമത്തെ നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ വൈകി ചെന്ന് കഴിഞ്ഞാൽ ആ നമ്പർ കഴിഞ്ഞു പോകും. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. 3-4 പേര് കയറിയിട്ട് പിന്നെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പോകണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കും വിശന്നിട്ട് പാടില്ല, സൂചേട്ടനും വിശന്നിട്ട് പാടില്ല. അപ്പോൾ സൂചേട്ടൻ പറഞ്ഞു നമുക്ക് പുട്ടും കിഴങ്ങും ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പുട്ടും കിഴങ്ങും തന്നെ ഉണ്ടാക്കാം. അതിനാണ് ഇപ്പോൾ ഒരു കൊതി തോന്നുന്നത്. അപ്പം സുധിച്ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്, ചായ തിളപ്പിച്ച് കൊടുത്തുവിട്ട്. ഞാൻ ഇന്നലെ പാല് മേടിക്കാനായിട്ട് പറഞ്ഞതായിരുന്നു, പക്ഷെ ആൾ മറന്നുപോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കട്ടൻ ചായയാണ്. എന്നാൽ ഒരു സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ നമ്മുടെ പുട്ട് മൊത്തം അങ്ങോട്ട് കമത്തിയിടുവാണ് കേട്ടോ. ഇപ്പം ഞാൻ എളുപ്പപ്പണികൾ പണ്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നൊക്കെ ഞാൻ ചിരട്ടപ്പുട്ടിലോ അല്ലെങ്കിൽ നീളമുള്ള സംഭവത്തിലൊക്കെ പുട്ടുണ്ടാക്കുമെങ്കിലും ഇപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത്. എളുപ്പപ്പണിയാണ് മൊത്തം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കിഴങ്ങ് 2 കിഴങ്ങിൽ 1 കിഴങ്ങ് എടുത്തിട്ട് ഞാൻ കറി വെക്കാനായിട്ട് അരിഞ്ഞെടുക്കാണ് കേട്ടോ. പക്ഷെ ആ ഒരു തൊലി കറക്റ്റായിട്ട് ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മൂത്തതാണോ, പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. നല്ല നുറുങ്ങുള്ള കിഴങ്ങായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കിഴങ്ങ്. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ എനിക്ക് ആ ബീഫ് പിന്നെ എടുക്കാൻ തോന്നിയില്ല. പുട്ടും കിഴങ്ങും തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് വിചാരിച്ചു. പിന്നെ ചാളക്കറി കൂട്ടാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക്. സുധിച്ചേട്ടനും ചാളക്കറിയും അല്ലെങ്കിൽ അയിലക്കറിയൊക്കെ ഇങ്ങനെ കൂട്ടാനായിട്ട് ഭയങ്കര. അപ്പം ഞാനത് നന്നായിട്ട് ഇങ്ങനെ നുറുക്കിയെടുത്തു. അപ്പോൾ ഈ ചാളക്കറി കൂട്ടാൻ ആഗ്രഹം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചാള മേടിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് വേവിക്കാനായിട്ട് വെച്ചപ്പോൾ 2 ഗ്യാസും ഫ്രീ അല്ലായിരുന്നു. അങ്ങനെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തുമ്പി മോള് എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പറഞ്ഞിട്ട് കാര്യമില്ല, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുമ്പി. പക്ഷെ അവൾക്ക് പാടില്ല. ജലദോഷം ഇങ്ങനെ മൂക്കീന്ന് ഇങ്ങനെ ഒലിച്ചിട്ട് ഭയങ്കര അസ്വസ്ഥത. നമുക്ക് വലിയവർക്ക് തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥത ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളൊന്നും പറഞ്ഞില്ല കേട്ടോ. പാവം കുറേയൊക്കെ താഴത്തിരിക്കും. പിന്നെ സുധിച്ചേട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സുധിച്ചേട്ടൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിതേ തുമ്പിനെ സുധിച്ചേട്ടൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ ഇനി ചാള നന്നാക്കാനായിട്ട് പോവാണ് കേട്ടോ. കുഞ്ഞി ചാള ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ മേടിക്കണ്ടായിരുന്നു, വലിയ ചാള ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതിയായിരുന്നു. പ്രായലുണ്ടായിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞതാണ് എന്നോട്, ചെറുതാണ് ദൃശ്യേ പ്രായൽ മേടിക്കാമെന്ന്. അപ്പോൾ ഞാൻ കേട്ടില്ല. ചാളപ്രാന്ത് കൊണ്ട് ചാള തന്നെ മേടിച്ചു. അപ്പോൾ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയി നന്നാക്കാനായിട്ട് പോവാണ് കേട്ടോ.
ഉള്ളിൽ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ഇതിന് ഭയങ്കര ഭയങ്കര സ്മെല്ലെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. തിന്നണ ടേസ്റ്റ് മാതിരി തന്നെ ഇതിനൊരു സ്മെല്ലുണ്ടാവില്ല, ഒരു ഉളുമ്പ് സ്മെല്ലുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് വരെ പോകില്ല. അപ്പം ഞാൻ നന്നാക്കണേന് മുന്നേ തന്നെ ഇതിൻ്റെ അരപ്പ് വരെ അരച്ച് വെക്കാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് നന്നാക്ക കഴുകുക, കൊണ്ടുവരാ, അടുപ്പത്ത് വെക്കുക. അങ്ങനെ ഒരു റെഡിമണി ആക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമയം കുറച്ചും കൂടെ ലാഭിക്കാമല്ലോ. രാവിലത്തെ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണികളൊന്നുമില്ല കേട്ടോ. നമ്മൾ രാവിലെ ഇങ്ങനെ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി അത് തന്നെ കൂട്ടാം. പിന്നെ വേറെ ഓട്ടപ്പാച്ചിലുകളൊന്നുമില്ല. രാവിലെ ആ തിക്കുമുട്ടൊന്ന് കഴിഞ്ഞ് കിട്ടാനാണ് പാട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ പുറകുവശത്ത് ഇരുന്നിട്ട് നന്നാക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പൂച്ചകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യണതുകൊണ്ട് എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനും എൻ്റെ ട്രൈപ്പോഡുമാണ് ഈ വീഡിയോസ് മുഴുവനും ഷൂട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അത് ചാള പക്ഷേ ഞാൻ എണീറ്റപ്പോൾ തന്നെ കുതിർത്തിയിട്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെതമ്പലൊക്കെ പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ ചാള. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാള ഇങ്ങനെ ഫ്രഷ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോകില്ല, അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. ചെതമ്പൽ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ ഭയങ്കര സമാധാനം. മീനൊക്കെ നന്നാക്കുമ്പോൾ എങ്ങാനും പഴകിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര മനസ്സമാധാനക്കേടായിരിക്കും. അങ്ങനെ മീനൊക്കെ ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ദേ പോവാണ് കേട്ടോ, ഉള്ളിലോട്ട് കയറുവാണ്. അപ്പോൾ ഇനി തുമ്പിയും സുക്രും അവിടെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു പിടുത്തില്ല. ഭാഗ്യത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. സുധിച്ചേട്ടൻ സുക്രുവിനെ മേലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. സുക്രുവിനും നേരെ ചുമയുണ്ട്. അപ്പോൾ ആ തുമ്പിനെ ഇപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ സുക്രുവിനും പനിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് തുമ്പിനെ നേരത്തെ തന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ അരപ്പൊക്കെ അതിലോട്ട് ഒഴിച്ചു. അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ദേ അടപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ഞാൻ കിറ്റിൽ വെച്ചിരുന്ന കറിവേപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിറ്റിന് ഭയങ്കര ഓട്ടിയുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അതേപോലെ തന്നെ കരിഞ്ഞു പോയ. പിന്നെ ഞാൻ വിചാരിച്ചു അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കറിവേപ്പിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. ഇത്ര ഞാൻ ഒഴിക്കും. ഞങ്ങളുടെ ചട്ടി വലിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിയുള്ളൂ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ലോണം കറിയുണ്ട് കേട്ടോ. ഇത് ഭയങ്കര വലിയ ചട്ടിയാണ്. അപ്പോൾ എന്ത് ഞാൻ ദേ കറിയൊക്കെ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് തിളച്ചോളും. പിന്നെ നമ്മുടെ കിഴങ്ങ് അവിടെ വെന്ത് കിടപ്പുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുടപ്പുളി ഞാനൊരു 3 മീഡിയം സൈസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് മീൻ എടുത്തിട്ട് ചെറുതാണെങ്കിൽ, ചിലവർ ചെറുതാണെങ്കിൽ ഇങ്ങനെ വരയാറില്ല. പക്ഷെ എനിക്ക് മീൻ നല്ലോണം അടുപ്പിച്ച് വരഞ്ഞാലൊരു സമാധാനം കിട്ടിയിട്ടുള്ളൂ. എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് മസാല പരള. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ മീനൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, അങ്ങനത്തെ പെരിഞ്ചീരകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീൻ വറുത്തതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യണോടത്ത് മെയിൻ റോഡാണ്. അപ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ചില സൗണ്ടുകൾ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ തൂവിക്കൊണ്ട് ഞാൻ ഇതൊന്ന് പരട്ടി വെച്ചു. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാനുള്ള നേരില്ല. കുറച്ച് 2-3 മാത്രം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് രാത്രി വറുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് മുഴുവനും ഞാൻ വറുക്കുവാണ് കേട്ടോ. ചാള പിന്നെ ഇങ്ങനെ ഒരു കൊതി ഒന്നും പറയണ്ട, ആർത്തി മൂത്തിരിക്കാണ്ട ഞാൻ.
അപ്പോഴേക്കും നമ്മുടെ ചാളക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, മീൻ വറുത്തത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് കിഴങ്ങ് കറിയാണ്. അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുമാതിരി പണികളെല്ലാം കഴിഞ്ഞു. ഇനി തുമ്പിക്കും സുക്രനും കഞ്ഞി കൊടുക്കണം. നല്ല ചൂട് കഞ്ഞിയാറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോകണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പച്ചമുളക് ഇടാണ്ട് ഉണക്കമുളകാണ് ഇട്ടത്. ഉണക്കമുളക് കിഴങ്ങ് ഒലത്തുമ്പോൾ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ദിവസം കിഴങ്ങ് ഒലത്താൻ നേരത്ത് പച്ചമുളക് ഉണ്ടായില്ല, അപ്പോൾ ഞാൻ ഉണക്കമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തുടങ്ങി ഞാൻ പച്ചമുളക് ഇടാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങോളത്ത് റെഡിയായി. ഇനിയിപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് പരിപാടിയാണ് കേട്ടോ. മീൻകറി വെച്ചതിന് ശേഷം ടെസ്റ്റിംഗ് പരിപാടിയാണ്. ടെസ്റ്റിംഗ് പരിപാടിയും കൂടെ ഓക്കെ ആയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അരപ്പൊക്കെ ഉണ്ടായി. ആവശ്യത്തിനുള്ള അരപ്പായിരുന്നു കേട്ടോ. അരപ്പ് കൂടിയാലും കറി മതിരിക്കും. പണ്ടൊക്കെ ഞാൻ ഈ തക്കാളിയൊക്കെ ഇടുമായിരുന്നു. തക്കാളിയൊക്കെ ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല, കറിക്ക് വേറൊരു ടേസ്റ്റ് വരും. അങ്ങനത്തെ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് രുചിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ട്, അപ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനമാണ്. എങ്ങാനും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഫ്ലോപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും കൊള്ളാമല്ലേ. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഫ്ലോപ്പൊക്കെ ആവാറുണ്ട് കേട്ടോ, കാരണം നമ്മൾ എന്തെങ്കിലും ധൃതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വെളിവുണ്ടാവാത്ത സമയത്തൊക്കെ എനിക്ക് ഫ്ലോപ്പ് ആവാറുണ്ട് മീൻകറി. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട്. പിന്നെ ചട്ടി ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഒരു ഭാഗത്ത് മാത്രം ചാറുള്ളത്. ഇത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മൂപ്പിച്ചിട്ടു കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ടു. പിന്നെ അത് ഞങ്ങളെല്ലാവരും കൂടെ പുട്ട് കഴിക്കുകയാണ്. ഞാൻ സൂചിച്ചായിരുന്നു, പിള്ളേർക്ക് ഞാൻ കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, കിഴങ്ങും പുട്ടും രക്ഷയില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇടാൻ മറക്കരുത്, ഇഞ്ചിയും വേപ്പിലയുടെയൊക്കെ ടേസ്റ്റ്. പിന്നെ ഞാൻ ഉള്ളിയാണ് ഇട്ടത്, സവാളയിൽ ഇട്ടത്, ഉള്ളിയാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുട്ടിൻ്റെ കൂടെ നല്ലോണം കഴിക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ കിഴങ്ങൊലത്ത്. പിന്നെ നല്ല പൊടിനൂറുള്ള കിഴങ്ങായിരുന്നു. പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ സൂചിച്ചേട്ടൻ കടയിലേക്ക് പോയിട്ട് സുക്രനെ നഴ്സറിയിലാക്കി. അപ്പോൾ ഞാനും തുമ്പിയും കൂടെ ഹോസ്പിറ്റലിലാണ്. തുമ്പിക്ക് പാടില്ലെന്ന് പറഞ്ഞു വന്നിട്ട് തുമ്പി കൂടെ കിടന്ന് ഓടണമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചാച്ചാ ബൈ ബൈ.